ഹലോ ഗായ്സ്, സാധാരണയിലും നേരം വൈകിയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം തകർന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. എനിക്ക് ഈ കേട്ടതനുസരിച്ച് ഈ പറയുന്ന കെട്ടിടം നിങ്ങളെല്ലാവരും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അവരവിടെ ആൾക്കാരെ പാർപ്പിച്ചു എന്നുള്ളതാണ്. അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയം ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു ന്യൂസ് കണ്ടു. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സാ ആവശ്യാർത്ഥം അമേരിക്കയിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്കൊക്കെ എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോൾ തന്നെ അവർ വിദേശത്തേക്ക് എന്ത് ചെയ്യും, പോവും. അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് അതായത് കയ്യിൽ ക്യാഷ് ഇല്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ ഇടിഞ്ഞങ്ങ് വീണ് ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത്. അവർക്ക് എന്തോ സാമ്പത്തിക സഹായം കൊടുക്കുമെന്നൊക്കെ ചാണ്ടി ഉമ്മൻ MLA അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ അതേപോലെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടെന്ന് തോന്നുന്നു. അവരൊക്കെ മന്ത്രിമാരായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കായിരിക്കും. എന്നാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവനൊക്കെ വെറും പന്തിൻ്റെ വിലയല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ആളെ കുത്തി കയറ്റി അവസാനം അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഒരു സ്ത്രീ ഒരു മണിക്കൂറോളം, അതായത് 2 മണിക്കൂറോളം അതിൻ്റെ താഴെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിൻ്റെ താഴെ കിടക്കേണ്ടി വന്നു. 1 മണിക്കൂറായപ്പോഴാണ് അവരില്ലാന്ന് അറിഞ്ഞത്. പിന്നെ 1 മണിക്കൂറിന് ശേഷമാണ് ഹിറ്റാച്ചിയൊക്കെ എത്തിക്കാൻ. അവിടെയൊക്കെ ടൈം ലേറ്റായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, പന്തിൻ്റെ വിലയായി പോയില്ലടാ.